ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ സി പി എമ്മിനകത്ത് ആന്തരികമായ ചില ദൗർബല്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് CPI ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ നേതൃത്വത്തിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഈ ധാർഷ്ട്യം, വിനയമില്ലായ്മയൊക്കെ വലിയ തിരിച്ചടിയായെന്ന വിലയിരുത്തൽ വരുന്നു. ഇനിയിപ്പോൾ ചേരാൻ പോകുന്ന എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരുപക്ഷെ വലിയ തീരുമാനങ്ങൾ വന്നേക്കാം, ഉറപ്പില്ല, ഒരുപക്ഷെ വന്നേക്കാം എന്നുള്ള സൂചനകൾ വരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ CPIയിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം അത് CPMന് എത്രത്തോളം താങ്ങാൻ കഴിയും? CPI ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം എത്രത്തോളം ശരിയായ ആവശ്യമാണ്? ഈ വിഷയത്തിൽ സത്യത്തിൽ ഒരു തർക്കം കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി തങ്ങൾ അർഹിക്കുന്നുണ്ട്, തങ്ങൾക്കത് കിട്ടണമെന്ന് CPI പറയുമ്പോൾ അത് കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നം മാത്രം നോക്കിയാൽ പോരല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപകാല ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത വിധമുള്ളൊരു വമ്പിച്ച തിരിച്ചടിയിലേക്കാണ് പോയിട്ടുള്ളത്? സമീപകാലത്തൊന്നും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം എന്ത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദി CPMഉം അതിൻ്റെ നേതൃത്വവുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് മന്ത്രിസഭ നോക്കുക. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന CPM മന്ത്രിമാരിൽ 2 പേരാണ് ജയിച്ചത്. അതായത് മുഖ്യമന്ത്രി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് അവരുടെ 10 മന്ത്രിമാരിലകത്ത് 2 പേര് 20% മാത്രമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ്. അവരുടെ സക്സസ് റേറ്റ് 20% മാത്രമാണ്. CPI ആകട്ടെ ഒരു മന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ മന്ത്രിമാരും ജയിച്ച് വരികയുണ്ടായിട്ടില്ല. ഏതാണ്ട് 75%-ഓളമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയറാണ്. അവരുടെ മന്ത്രിമാരെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പും CPMൻ്റെ മന്ത്രിമാരെക്കുറിച്ച് ജനങ്ങൾക്കുള്ള അവമതിപ്പും വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ അത് CPM തന്നെയാണ്. അത് ജനങ്ങൾ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ മുന്നണിയെ അതിന് തിരിച്ചു കൊണ്ടുവരാൻ, ഈ മുന്നണി സംവിധാനത്തെ വീണ്ടും ഫലപ്രദമാക്കാൻ ഇതിന് ഒരു എന്താ പറയുക, ശാരീരിക ശക്തി മാത്രം പോരല്ല, ചിന്താപരമായ ശക്തി വേണം. ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യതയാണ്, ക്രെഡിബിലിറ്റിയാണ്. ഈ കാര്യങ്ങൾ ഉള്ള ഒരു ലീഡർഷിപ്പിനെ അസംബ്ലിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഏതെങ്കിലും നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ പിന്നെ ഒരു തിരിച്ചുവരവ് സാധ്യമാവുള്ളൂ. അല്ലാണ്ട് കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കരുത്. കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചാൽ ഒരുപക്ഷെ CPM എന്ന് ആളുകൾ BJPയിലേക്ക് പോയിട്ട് ഒരു പുതിയ പൊളിറ്റിക്കൽ ഒരു സമീപനം വന്നുകൂടായല്ല കേരളത്തിൽ. ആ തരത്തിലൊരു അന്തരീക്ഷം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളോ തർക്കങ്ങളോ ഉണ്ടാക്കാതെ ന്യായമായ കാര്യങ്ങൾ ചെയ്യാൻ CPM നേതൃത്വം ബാധ്യസ്ഥമാണ്. ആ കാര്യത്തിൽ അവർ ഇതുവരെ പിടിവാശി പിടിക്കുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, പേഴ്സണൽ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി. കാരണം അദ്ദേഹം പല വിഷയങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലടക്കമുള്ള പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തിയുള്ള, കുറെ കൂടി ക്രെഡിബിലിറ്റിയുള്ള, ക്ലീനർ ഇമേജുള്ള ഒരു സെക്കൻഡ് ഇൻ കമാൻഡ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് ഞങ്ങൾ തയ്യാറാണെന്ന് CPI പറയുമ്പോൾ ജനങ്ങൾ അവരെ അംഗീകരിച്ചതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ CPMന് ആ കാര്യത്തിലുള്ള അവരെടുക്കുന്ന നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വരുന്ന പ്രതിസന്ധികൾ, CPMനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഞാൻ നോക്കുമ്പോൾ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് CPMനകത്ത് വളരെ രൂക്ഷമായിട്ടുള്ള ഭിന്നതകൾ മാത്രമല്ല പടല പിണക്കങ്ങളുമുണ്ട്. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് അടിസ്ഥാനപരമായ 2 നിലപാടുകൾ, പിന്നെ VS ഒരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്ത് പിണറായി അടക്കമുള്ള ആളുകൾ, CITU പക്ഷമാണെങ്കിൽ മറുഭാഗത്ത് പിന്നെ VSഉം EMSഉം ഒക്കെ അടങ്ങുന്ന VS അടക്കമുള്ള പിണറായി അടക്കമുള്ള മറ്റൊരു പക്ഷം. ആ തരത്തിൽ കുറേയൊക്കെ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള ഭിന്നതകളായിരുന്നു CPMലുണ്ട്. പക്ഷേ കഴിഞ്ഞ 10-20 കൊല്ലം ഐഡിയോളജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CPMൻ്റെ അകത്തുള്ള ചർച്ചകളിൽ ഒട്ടുമില്ല. വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുടെ ലോയൽറ്റിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗതമായ ലോയൽറ്റി അവിടെ പ്രധാനമായിട്ട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും ഈ ലോയൽറ്റി ഒരു ഘടകമായിരുന്നില്ല. നേതാവ് ആരായാലും ശരി പാർട്ടിയോടായിരുന്നു ലോയൽറ്റി. ഇന്ന് പാർട്ടിയോടുള്ള ലോയൽറ്റി മാറ്റിയിട്ട് വ്യക്തിയോടുള്ള ലോയൽറ്റി കൊണ്ടുവന്നതോടുകൂടി CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമായ സ്ഥിരത, അതിൻ്റെ രാഷ്ട്രീയമായ ക്രെഡിബിലിറ്റി അതൊക്കെ വല്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത എക്സ്റ്റൻഡഡ് കമ്മിറ്റിയിലും ഒരു തർക്കം പരിഹരിക്കാൻ അവർ കഴിയില്ല. കാരണം തർക്കം പരിഹരിക്കണമെങ്കിൽ അടിത്തട്ടിൽ മുതൽ മുകൾ വരെ വളരെ കൃത്യമായിട്ടുള്ള തിരുത്തലുകൾ വേണം. അതാണ് MA ബേബി ജനറൽ സെക്രട്ടറി പറഞ്ഞ അടി മുതൽ പിന്നെ തെറ്റുകളും പിഴകളും വന്നിട്ടുണ്ട്, അടി മുതൽ തിരുത്തണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ അത് തിരുത്തും? ആ തിരുത്തലത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിലൊന്ന് കൂടെ നിൽക്കുന്നവർ
നിൽക്കുന്നവരെ അക്കമഡേറ്റ് ചെയ്യുക, കൂടെ നിർത്തേണ്ട വാദമുഖങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഒരു മുന്നണി എന്ന നിലയിലും പാർട്ടിയുടെ പ്രശ്നങ്ങൾ പോട്ടെ, മുന്നണിയിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്നതിൽ കേരളത്തിലെ ഈ ലീഡർഷിപ്പ് പരാജയപ്പെടുകയാണ്. തങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് തിരിച്ചറിയാനും അതിന് ആവശ്യമായ സെൽഫ് ക്രിട്ടിക്കലായ ഒരു അപ്രോച്ച് എടുക്കാനും നിർഭാഗ്യവശാൽ കേരളത്തിലെ CPM ലീഡർഷിപ്പിന് കഴിയുന്നില്ല. അത് കഴിയാത്ത കാലത്തോളം അവരുടെ ഇന്നത്തെ പ്രതിസന്ധിയിൽ രക്ഷപ്പെടാൻ പോകുന്നുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.